തലശ്ശേരി അതിരൂപതയുടെ എമിരിറ്റസ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മലയറ്റം പിതാവ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ചേരുകയാണ്. പിതാവെ, ഗുഡ് ഷെപ്പേർഡ് കുന്നോത്ത് മേജർ സെമിനാരി 25 വർഷ ജൂബിലിയിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സമയം പിതാവിന് പറയാനുള്ളത്. കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി ജൂബിലി വർഷം ആരംഭിക്കുന്നു എന്നറിയത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. ജൂബിലി എപ്പോഴും ദൈവം നമുക്ക് നൽകിയുള്ള അനുഗ്രഹങ്ങളെ ഓർക്കുന്നതിനും അവിടുത്തെ അനുഗ്രഹങ്ങൾ നന്ദി പറയുന്നതിനും നമ്മുടെ ഭാഗത്ത് വന്നിവിടെ കുറവുകൾക്ക് മാപ്പ് ചോദിക്കുന്നതിനും ഭാവിയിൽ ദൈവത്തിന് ഇഷ്ടമനുസരിച്ചെല്ലാം പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കുന്നതുമായ ഒരു അവസരമാണ്. ഈ കുട്ടപ്പേട് മഞ്ഞ സെമിനാരി ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിപാലനയിലൂടെ ഒരു അടയാളമണി കാണുന്നു. മലബാറിലേക്ക് കുടിയേറിയ കാലത്ത് ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് അഭിമന്യ വെള്ളോപ്പള്ളി പിതാവ് ഈ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് സ്ഥാനമെടുക്കുന്നത്. എല്ലായ്മയിൽ നിന്നും ഇന്ന് ഒരു വലിയ അതിരൂപതയായിട്ട് ഈ രൂപത വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സെമിനാരി ആരംഭിക്കുന്ന അവസരത്തിൽ നമുക്ക് ഒന്നുമില്ലായിരുന്നു. ഇല്ലായ്മയിൽ നിന്നാണ് സിറോ സഭയുടെ സിനഡിൻ്റെ അനുവാദത്തോടുകൂടി ഈ സെമിനാരിക്ക് പ്രാരംഭം കുറിച്ചത്. ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള നമ്മുടെ വിശ്വാസം ഫലമണിഞ്ഞ് കാണുന്നതിൽ ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള പരിപാലനം നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ വലിയ ദൈവത്തിൻ്റെ ദാനമായിട്ട് ഞാൻ ഈ ഗുഡ് ഷെപ്പേർഡ് സെമിനാരി കാണുകയാണ്. ഈ സെമിനാരി സിറോ മലബാർ സഭയുടെ 3ാമത്തെ മേജർ സെമിനാരിയാണ്. ഇവിടെ ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ട് ഫിലോസഫി ബ്ലോക്കും തിയോളജി ബ്ലോക്കും ഡീക്കൻസ് ബ്ലോക്കും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ലൈബ്രറിയും എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു അവസരമാണ് ഇത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുവാദം നൽകിയ അഭിമന്യ വിദ്യത്തിൽ പിതാവിനെയും തുടർന്ന് പ്രോത്സാഹിപ്പിച്ച ആലഞ്ചേരി പിതാവിനെയും ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടെ അനുസ്മരിക്കുന്നു. സീറോയിൽ ആരംഭിച്ച സെമിനാരിയുടെ ഇല്ലാമേലിൽ ഇതിന് രൂപം കൊടുക്കുന്ന പ്രൊഫസർ ആദ്യത്തെ റെക്ടർ കുഴിഞ്ഞാലി അച്ഛനെയും കുഴിഞ്ഞാലച്ഛൻ പ്രവർത്തിച്ച പ്രൊക്രേറ്റർ വെട്ടിക്കൽ അച്ഛനെയും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സരികർ ഡീനായിരിക്കുന്ന നീണ്ടൂർ അച്ഛനെയും അധ്യാത്മ പിതാവായിട്ട് സൈമൺ വള്ളപ്പള്ളി അച്ഛനെയും ഞാൻ പ്രത്യേകം അനുസ്മരിക്കുന്നു. ഈ സെമിനാരി ആരംഭിക്കുന്നത് മഞ്ഞൾ സെമിനാരി ആരംഭിക്കുന്നത് നസ്രത്ത് സഹോദരിമാരുടെ ന്യൂഷീറ്റ് ഹൗസിലായിരുന്നു. അവർ വളരെ വിശാലമായ മനസ്സിലൂടെ ആ സെമിനാരി ആരംഭിക്കുന്നതിനുള്ള സൗകര്യം നമുക്ക് തന്നു. നസ്രത്ത് സഹോദരിമാരുള്ള പ്രത്യേകമായിട്ടുള്ള കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് എന്ന്. അതിനുശേഷം ഈ സെമിനാരി റെക്ടർമാരായിരുന്ന എല്ലാ റെക്ടർമാരെയും എല്ലാവരുടെയും പേര് ഇവിടെ ആവർത്തിക്കുന്നില്ല, എല്ലാ റെക്ടർമാരെയും പ്രൊഫസർമാരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ സെമിനാരിയിൽ നിന്നും വൈദികരായിട്ടുള്ള എല്ലാ വൈദികരെയും ഞാൻ പ്രത്യേകം ഓർക്കുകയും ഈ സെമിനാരിയുടെ ഉദ്ദേശം ഇവിടെ നിന്നും പട്ടം സ്വീകരിച്ചപ്പെട്ടുള്ള വൈദികരുടെ മിഷന്റെ പ്രവർത്തനമാണ്. ഗുഡ് ഷെപ്പേർഡ് എല്ലാ വൈദികരുടെയും മാതൃമാണ്. നല്ല ഇടയനായ ഈശോയെ പോലെ ദൗത്യം നിർവഹിക്കുന്ന നല്ല വൈദികർക്ക് രൂപം നൽകുന്നതിന് വേണ്ടിയാണ് സെമിനാരി. ഈ സെമിനാരി വൈദികരുടെ പ്രത്യേക കടമയാണ് നിത്യവിരാധന ഈശോയെ പോലെ പഠിപ്പിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും നയിക്കുകയും ചെയ്യുന്നുള്ളതാണ് ഓരോ വൈദികൻ്റെയും കടമ. അങ്ങനെയാണ് ഓരോ വൈദികനും വേറെ ക്രിസ്തുവായിട്ട് അറിയപ്പെടുകയും ഉണ്ട്. ഈ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ പ്രാപ്തരായ വിശുദ്ധരായ വൈദികർക്ക് ഈ സെമിനാരിൽ രൂപം കൊടുക്കുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും സൗകര്യം ഉണ്ടാക്കുന്ന സഹിച്ച എല്ലാ ഫണ്ടിങ് ഏജൻസികളെയും എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. ഇതുവരെയും നമ്മളെ സംരക്ഷിച്ച് വളർത്തിയ നമ്മൾ സഹായിച്ച നമ്മുടെ അമ്മ കന്യാമറിയത്തിൻ്റെയും പ്രത്യേകിച്ച് തലശ്ശേരി രൂപതയുടെ മധ്യസ്ഥ യൂസഫ് പിതാവിൻ്റെയും പ്രത്യേക മാധ്യസ്ഥം ഈ സെമിനാരിയുടെ ഈ വളർച്ചയുടെ പിന്നിലുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒത്തിരിയും കഴിവല്ല. ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ട് ഒന്നും ഇല്ല എന്ന് ഈ സെമിനാരിയുടെ വളർച്ച ഇന്ന് ജീവിത അവസ്ഥിക്കുന്ന അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും
ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുക എന്നുള്ള വിശ്വാസം എല്ലാവരും ലഭ്യമാകുന്നതിനും ഈ സെമിനാരിയിൽ നിന്ന് പരിശീലനം പൂർത്തി പുറത്താക്കുന്ന എല്ലാവരും നല്ല ഇടയനെ പോലെ നല്ല ഇടയന്മാരായിരിക്കുന്നതിനും ആളുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നവരായിത്തീരുന്നതിനും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ജൂബിലി വർഷത്തിൽ ഈ കാര്യങ്ങൾ കൂടുതൽ വിചിന്തനം ചെയ്യുന്നതിനും ആത്മശോധനയുടെ അവസരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.